നമസ്കാരം. പ്രവാസി ലോകത്തു നിന്നുള്ള 50 പ്രധാന വാർത്തകളുമായി പ്രവാസി സർവ്വ വാർത്ത ആരംഭിക്കും. പ്രവാസികൾക്ക് കൈത്താങ്ങായി കൈരളി TV നടപ്പാക്കുന്ന കൈകോർത്ത് കൈരളി പദ്ധതിയുടെ അടുത്ത വിമാനം ഇന്ന് കൊച്ചിയിലേക്ക്. പദ്ധതിയിലെ 3ാമത്തെ സൗജന്യ ചാർട്ടേഡ് വിമാനം ഇന്ന് രാത്രി 10 മണിക്ക് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടും. 175 യാത്രക്കാരെയാണ് ഇന്ന് എത്തിക്കുന്നത്. കേരളത്തിലെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പൂർവ്വകാല പുരോഗമന വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ടെക്നോസുമായി സഹകരിച്ചാണ് സൗജന്യ ചാർട്ടേഡ് വിമാനം ഒരുക്കുന്നത്. അലൈൻ, അബുദാബി, ദുബായ് എന്നിവിടങ്ങളിലെ ലേബർ ക്യാമ്പുകളിലെ പ്രയാസം അനുഭവിക്കുന്ന തൊഴിലാളികളും വിസിറ്റിംഗ് വിസയിലെത്തി ഇവിടെ കുടുങ്ങിയവരും ഈ വിമാനത്തിൽ നാട്ടിലെത്തും. സൗദിയിൽ വിസിറ്റ് വിസ ഇഖാമയാക്കി മാറ്റാൻ രാജ്യത്തെ നിയമം അനുവദിക്കുന്നില്ലെന്ന് ജമാസാത്ത് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന വിദേശ ഡോക്ടർ നടത്തിയ അന്വേഷണത്തിന് മറുപടിയായാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദേശങ്ങളിലുള്ളവരുടെ കാലാവധി അവസാനിച്ച റീ എൻട്രി വിസ ദീർഘിപ്പിക്കാനുള്ള സംവിധാനം പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് കൊറോണ പ്രതിസന്ധി അവസാനിച്ച ശേഷം അറിയിക്കുമെന്നും ജവാസാത്ത് വ്യക്തമാക്കി. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി 4ാം ഘട്ടത്തിൽ കുവൈറ്റിൽ നിന്നും 41 വിമാനങ്ങൾ കൂടി ഉൾപ്പെടുത്തി. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ആദ്യ പട്ടികയിൽ കുവൈറ്റിൽ നിന്നും വിമാനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. പുതിയ ലിസ്റ്റ് പ്രകാരം കേരളത്തിലേക്ക് 12 വിമാനങ്ങളാണ് സർവീസ് നടത്തുക. ഖത്തറിലെ പൊതു ഉദ്യാനങ്ങളിലും പൊതുജനങ്ങൾ കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതരുടെ ശക്തമായ മുന്നറിയിപ്പ്. വാരാന്ത്യങ്ങളിൽ ബീച്ചുകളിലും പാർക്കുകളിലും സാമൂഹിക അകലം പാലിക്കണമെന്നും പൊതുജന ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ദുബായിൽ പിഴയടയ്ക്കാതെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ അവസരമൊരുക്കുന്നു. നാളെ കാലാവധി തീരുന്ന ലൈസൻസുകൾ നടപടിക്രമം കൂടാതെ പുതുക്കി നൽകുമെന്ന് RTA അറിയിച്ചു. 1 വർഷത്തേക്കാണ് ലൈസൻസുകൾ പുതുക്കി നൽകുക. UAE-യിൽ നിന്നും വന്ദേ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായുള്ള വിമാനങ്ങളിൽ നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് ഇനി വിമാന ടിക്കറ്റുകൾ ഓൺലൈനായി നേരിട്ട് ബുക്ക് ചെയ്യാം. എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റ് വഴിയോ അറേബ്യൻ ട്രാവൽ ഏജൻസിയുടെ ഓഫീസുകളിൽ നേരിട്ടെത്തിയോ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് UAE ഇന്ത്യൻ എംബസി അറിയിച്ചു. UAE-യിലെ അംഗീകൃത എയർ ഇന്ത്യ എക്സ്പ്രസ് ബുക്കിംഗ് ഏജന്റുകളിൽ നിന്നും ടിക്കറ്റ് വാങ്ങാം. ഇന്ത്യൻ എംബസി വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമായിരിക്കും യാത്രാ അനുമതി. ജൂലൈ 1 മുതൽ 14 വരെയുള്ള വന്ദേ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി ആദ്യമെത്തുന്നവർക്ക് ആദ്യം എന്ന രീതിയിലാണ് ടിക്കറ്റ് ലഭ്യമാക്കുക. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വാണിജ്യ വിമാന സർവീസുകൾ പുനരാരംഭിക്കുമ്പോൾ യാത്രക്കാർ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ അധികൃതർ പുറത്തിറക്കി. വിമാനം പുറപ്പെടുന്നതിന് 3 മുതൽ 4 മണിക്കൂർ മുമ്പ് യാത്രക്കാർ വിമാനത്താവളത്തിലെത്തണം. കോവിഡ് പശ്ചാത്തലത്തിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് നിർദ്ദേശങ്ങളെന്ന് ഒമാൻ വിമാനത്താവള കമ്പനി അറിയിച്ചു. യാത്ര പുറപ്പെടുന്നവർ ഓൺലൈൻ ചെക്ക് ഇൻ നടത്തുന്നതിനും ഈ ടിക്കറ്റ് ഉപയോഗിക്കുന്നതിനും മുൻഗണന നൽകണമെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ കോവിഡ് രോഗലക്ഷണങ്ങളെ തുടർന്ന് ക്വാറന്റൈനിൽ കഴിയുകയായിരുന്ന മലയാളി യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. മലപ്പുറം കോട്ടയ്ക്കൽ കുറ്റിപ്പുറം ചെനപ്പുറം സ്വദേശി നമ്പിയാടത്ത് അമീർ ബാബുവാണ് ജഹറയിലെ താമസ സ്ഥലത്ത് വെച്ച് മരിച്ചത്. ജഹറയിലെ സ്വകാര്യ ക്ലിനിക് ജീവനക്കാരനായ ഇദ്ദേഹം കോവിഡ് രോഗലക്ഷണങ്ങളെ തുടർന്ന് താമസ സ്ഥലത്ത് ക്വാറന്റൈനിൽ കഴിയുകയായിരുന്നു. ലോകത്താദ്യമായി റോബോട്ടിക് സർജറിയിലൂടെ കോവിഡ് രോഗിയുടെ സ്റ്റോൺ സർജറി വിജയകരമായി പൂർത്തിയാക്കി ഖത്തർ ഹമദ് ആശുപത്രി. സർജിക്കൽ റോബോട്ടിന്റെ സഹായത്തോടെ അത്യാധുനിക ലേസർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് സർജറി നടത്തിയത്. കുവൈറ്റിൽ ഇപ്പോഴും അനധികൃത താമസക്കാരായി 90,000 പ്രവാസികളുണ്ടെന്ന് അധികൃതർ. ജനജീവിതം സാധാരണ നിലയിലേക്ക് വന്നാൽ അനധികൃത താമസക്കാർക്കെതിരെ കർശന നടപടികൾ ആരംഭിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. സ്വദേശിവൽക്കരണം ഊർജിതമാക്കി ഒമാൻ. ഒമാനിലെ ഖനന മത്സ്യമേഖലകളിൽ കൂടുതൽ സ്വദേശിവൽക്കരണം നടപ്പാക്കാൻ മാനവ വിഭവശേഷി മന്ത്രാലയം ഉത്തരവിറക്കി. വാണിജ്യാടിസ്ഥാനത്തിലുള്ള മത്സ്യബന്ധനം, മത്സ്യവുമായി ബന്ധപ്പെട്ട വ്യവസായം, മത്സ്യകൃഷി,
മുതിർന്ന പദവികൾ എന്നിവയിൽ ഈ വർഷം 15%, അടുത്ത വർഷം 20% സ്വദേശിവൽക്കരണവും നടപ്പാക്കാനാണ് നിർദ്ദേശം. 2022 25%, 2023 30%, 2024 35% സ്വദേശിവൽക്കരണം നടപ്പാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഖത്തറിൽ കോവിഡ് നിയന്ത്രണ വിധേയമാകുന്നതായി ഖത്തർ ആരോഗ്യ മന്ത്രാലയം. നിലവിൽ തീവ്രപരിചരണം ആവശ്യപ്പെടുന്ന രോഗികളുടെ എണ്ണം കുറയുന്നത് ശുഭ സൂചകമാണെന്ന് ആരോഗ്യ മന്ത്രാലയം അധികൃതർ അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന അറബ് രാഷ്ട്രം ഖത്തറാണെന്ന് ഐക്യരാഷ്ട്രസഭ അഭയാർത്ഥി വിഭാഗം പ്രതിനിധി ഖാലിദ് ഖലീഫ. വർഷങ്ങളായി ജീവകാരുണ്യ മേഖലകളിൽ ഖത്തർ ചാരിറ്റി നൽകുന്ന പിന്തുണ ഐക്യരാഷ്ട്രസഭ വിലമതിക്കുന്നുവെന്നും ഖാലിദ് ഖലീഫ വ്യക്തമാക്കി. മുപ്പത്തിയഞ്ച് വർഷം മുമ്പ് സൗദിയിലേക്ക് ജോലിക്ക് പോയി പിന്നീട് കാണാതായ കണ്ണൂർ സ്വദേശിയെ കണ്ടെത്താൻ സുഹൃത്തുക്കളും ബന്ധുക്കളും വീണ്ടും ശ്രമം ആരംഭിച്ചു. കണ്ണൂർ പെരിങ്ങത്തൂർ പുല്ലൂക്കര സ്വദേശി അഷ്റഫിനെ കണ്ടെത്താനാണ് ശ്രമം. സൗദിയിൽ നിന്ന് അഷ്റഫ് പിന്നീട് കുവൈറ്റിലേക്ക് പോയി എന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. അഷ്റഫിനെ കണ്ടെത്താൻ ബന്ധുക്കൾ പ്രവാസികളുടെ സഹായം അഭ്യർത്ഥിച്ചു. ദുബായിൽ കോവിഡ് മുൻകരുതൽ നടപടികൾ പാലിച്ചില്ലെങ്കിൽ പിഴയും തടവും നേരിടേണ്ടി വരുമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്. നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും. ഫേസ് മാസ്ക് ധരിക്കുക, പൊതു സ്വകാര്യ സമ്മേളനങ്ങൾ ഒഴിവാക്കുക, സാമൂഹിക അകലം പാലിക്കുക തുടങ്ങിയ കോവിഡ് മുൻകരുതൽ ലംഘിക്കുന്നവർക്കെതിരെയാകും നടപടി. 3 തവണ കുറ്റം ആവർത്തിച്ചാൽ 6 മാസം തടവും 10,000 ദിറത്തിൽ കുറയാത്ത പിഴയുമായിരിക്കും ശിക്ഷ. അടുത്ത അധ്യയന വർഷത്തിൽ UAE ദേശീയ സർവകലാശാലകൾക്കായി 32 കോടി ദിറത്തിന്റെ അധിക ബജറ്റ് മന്ത്രിസഭ അംഗീകരിച്ചു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷൈഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന UAE മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം ഉടൻ സാധാരണ നിലയിലാകും. അടുത്ത അധ്യയന വർഷത്തിന് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്നും ഷൈഖ് മുഹമ്മദ് ട്വീറ്റ് ചെയ്തു. കോവിഡ് പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ ഖത്തറിലെ പ്രവാസി മലയാളികൾക്ക് നോർക്ക റൂട്ട്സ് നടത്തിയത് 58 ലക്ഷത്തിലേറെ രൂപയുടെ സേവന പ്രവർത്തനങ്ങളെന്ന് നോർക്ക റൂട്ട്സ്. കഷ്ടത അനുഭവിച്ച പ്രവാസികൾക്ക് 48,000-ലേറെ ഭക്ഷണ കിറ്റുകൾ നോർക്ക ഹെൽപ്പ് ഡെസ്ക് വിതരണം ചെയ്തതായി നോർക്ക റൂട്ട്സ് ഡയറക്ടർ CV റപ്പായി അറിയിച്ചു. ദുബായിൽ വീസ പുതുക്കുന്നതിന് ആരോഗ്യ പരിശോധന പുനരാരംഭിച്ചു. കോവിഡ് കാരണം കുറെ മാസങ്ങളായി വീസ പുതുക്കാൻ മെഡിക്കൽ ആവശ്യമില്ലായിരുന്നു. ആശുപത്രികൾ സാധാരണ പോലെ പ്രവർത്തിച്ചു തുടങ്ങിയതിനാലാണ് മെഡിക്കൽ പരിശോധന പുനരാരംഭിച്ചത്. ഫുജൈറയിലെ ബീച്ചുകളും പാർക്കുകളും തുറന്നു. ദേശീയ ദുരന്ത നിവാരണ വകുപ്പുമായി ഏകോപിപ്പിച്ചാണ് പ്രവർത്തനം പുനരാരംഭിക്കുന്നതെന്ന് ഫുജൈറ മുനിസിപ്പാലിറ്റി അധികൃതർ പറഞ്ഞു. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൗദിയിൽ കൊലപാതകം നടത്തി 4 വർഷത്തിനു ശേഷം പ്രതികൾ പിടിയിൽ. 20 വയസ്സ് പ്രായക്കാരായ സ്വദേശികളാണ് സുഡാനി പൗരനെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ പിടിയിലായത്. അറബ് സഖ്യസേനയിൽപ്പെട്ട ബഹ്റൈൻ സൈനികന് വീരമൃത്യു. യമനിലെ സഖ്യസേനയിൽ അംഗമായിരുന്ന ജുമാ മുബാറക് സാലിമാണ് കൊല്ലപ്പെട്ടത്. ബഹ്റൈനിലെത്തിച്ച സൈനികന്റെ ഭൗതിക ശരീരം ഡിഫൻസ് ഫോഴ്സ് കമാൻഡർ ഫീൽഡ് മാർഷൽ ഷൈഖ് ഖലീഫ ബിൻ അഹമ്മദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി. കുവൈറ്റിൽ സന്ദർശക വിസയിലെത്തിയ മലയാളി വീട്ടമ്മ കോവിഡ് മൂലം മരിച്ചു. കൊല്ലം ഉമ്മന്നൂർ സ്വദേശി വാലുകറക്കേതിൽ വീട്ടിൽ പെണ്ണമ്മ ഏലിയാമ്മയാണ് മരിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സന്ദർശക വിസയിലെത്തിയ ഇവർ മകൾക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു. സ്റ്റാർട്ടപ്പുകൾക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും അവസരങ്ങളൊരുക്കാൻ കൂടുതൽ പദ്ധതികളുമായി ദുബായ് എക്സ്പോയുടെ നേതൃത്വത്തിൽ സ്കെയിൽ ടു ദുബായ് എന്ന പദ്ധതി കോവിഡ് പ്രതിസന്ധിയിൽ വെല്ലുവിളികൾ നേരിടുന്ന സംരംഭങ്ങൾക്ക് സഹായകമാകും. സാമ്പത്തിക സഹായം, വിദഗ്ധരുടെ മാർഗനിർദ്ദേശങ്ങൾ, രാജ്യാന്തര വിപണിയിൽ ഇടനിലക്കാരില്ലാതെ കടന്നു ചെല്ലാനുള്ള സാഹചര്യം എന്നിങ്ങനെ ഒട്ടേറെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു.
യുഎഇയിൽ സുസ്ഥിര കൃഷിക്കായുള്ള ദേശീയ സംവിധാനത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. രാജ്യത്തുടനീളമുള്ള ഫാമുകൾ മെച്ചപ്പെടുത്തുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. യുഎഇയിലേക്ക് മടങ്ങിവരുന്ന വിദേശികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. അടുത്ത മാസം 1 മുതൽ മടങ്ങിവരുന്നവർക്കാണ് നിയമം ബാധകമാകുന്നത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഇക്കാര്യം അറിയിച്ചു. യുഎഇ സർക്കാർ അംഗീകരിച്ച കേന്ദ്രങ്ങളിൽ യാത്രയ്ക്ക് 72 മണിക്കൂർ മുൻപ് നടത്തിയ പരിശോധനാ ഫലം വിമാനത്താവളങ്ങളിൽ ഹാജരാക്കണം. യുഎഇയിലെ കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ചികിത്സ തേടി ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ട്. സുഖം പ്രാപിച്ച ആശുപത്രി വിടുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അബുദാബിയിലെയും അലൈനിലെയും വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ കോവിഡ് രോഗികളില്ല. അടൂർ പെരിങ്ങനാട് സ്വദേശിനി അമ്പിളി കുവൈറ്റിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. 4 വർഷമായി സ്വദേശി വീട്ടിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മനുഷ്യക്കടത്തിനെതിരെ ബഹ്റൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശക്തമായ നടപടികൾ. ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് സ്വാഗതം ചെയ്തു. തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കുന്നതിനും മനുഷ്യക്കടത്തിന് വിധേയമാകുന്നവർക്ക് ആവശ്യമായ സഹായങ്ങൾ ഒരുക്കുന്നതിനും നിയമസഹായം ലഭ്യമാക്കുന്നതിനും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയ റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിച്ചത്. ഇതിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ബഹ്റൈൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഒമാൻ പോസ്റ്റ് 50ാം ദേശീയ ദിനത്തിന്റെ ഭാഗമായി സ്റ്റാമ്പ് രൂപകൽപ്പന മത്സരം സംഘടിപ്പിക്കുന്നു. അന്തരിച്ച സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിന്റെ പാരമ്പര്യത്തിന്റെയും ഭരണ നൈപുണ്യത്തിന്റെയും സ്മരണ നിലനിർത്തുന്നതിന്റെ ഭാഗമായാണ് സ്റ്റാമ്പ് രൂപകൽപ്പന മത്സരം. ഒമാനിൽ സ്വദേശികൾക്കൊപ്പം വിദേശികൾക്കും പാർട്ട് ടൈം ജോലിക്ക് അനുമതി നൽകാൻ പദ്ധതി. സ്വകാര്യ മേഖലയിലെ സ്വദേശി തൊഴിലാളികൾക്കും തൊഴിലന്വേഷകർക്കും പാർട്ട് ടൈം തൊഴിലിന് അവസരമൊരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ജനപ്രിയ സെഡാനായ സിവിക്കിന്റെ വിൽപ്പന സ്വന്തം നാടായ ജപ്പാനിൽ ഹോണ്ട അവസാനിപ്പിച്ചു. മറ്റ് ആഡംബര മോഡലുകൾ ഇറങ്ങിയതോടെ സിവിക്കിന് ആവശ്യക്കാരില്ലാതായതോടെയാണ് വിൽപ്പന അവസാനിപ്പിച്ചത്. എന്നാൽ സിവിക്കിന്റെ ഹാച്ച്ബാക്ക് മോഡൽ വിപണിയിൽ തുടരുമെന്ന് ഹോണ്ട അറിയിച്ചു. 10ാം തലമുറ സിവിക്കാണ് ഇപ്പോൾ നിരത്തിൽ തുടരുന്നത്. തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്തംബൂളിൽ അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടു. കടലിൽ രൂപപ്പെട്ട ചുഴി കരയിലെത്തി ആഞ്ഞടിക്കുകയായിരുന്നു. ചില ഫാക്ടറികളുടെ മേൽക്കൂരകൾക്ക് ചുഴിയിൽ നാശനഷ്ടമുണ്ടായി. എന്നാൽ ആളുകൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് തുർക്കി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. മമ്മികളെക്കുറിച്ചുള്ള പഠനത്തിന് ലേസർ എക്സ്റേ ടെക്നോളജി ഉപയോഗിച്ച് ഗവേഷകർ. കാലിഫോർണിയയിലെ ബെർക്ക്ലെ ലാബിലാണ് ലേസർ ടെക്നോളജി ഉപയോഗിച്ച് മമ്മികളുടെ ചരിത്രം പഠിക്കുന്നത്. മമ്മികളിൽ നിന്ന് ശേഖരിച്ച അവശിഷ്ടങ്ങളിൽ ലേസർ രശ്മി ഉപയോഗിച്ചാണ് പരീക്ഷണങ്ങൾ. ഇതിൽ കുറച്ചധികം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെന്ന് ശാസ്ത്രലോകത്തിന്റെ വിലയിരുത്തൽ. ക്ലിഫോർഡ് സർവകലാശാലയുടെ കൊറോണ വാക്സിൻ ഒക്ടോബറിൽ പുറത്തിറങ്ങും. ആദ്യഘട്ടത്തിൽ 3 കോടി ഡോസുകൾ നിർമ്മിക്കാനാണ് തീരുമാനം. ലോകത്തെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കളിൽ ഒരാളായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും വാക്സിൻ നിർമ്മാണത്തിൽ പങ്കാളികളാകും. സൗരയൂഥത്തിൽ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം ശരിവച്ച ഗവേഷകർ. വിവിധ ഗ്രഹങ്ങളിലായി 30-ലധികം അന്യഗ്രഹ ജീവി സംസ്കാരങ്ങൾ ഉണ്ടാകാമെന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ. റേഡിയോ സിഗ്നലുകൾ വരെ അയക്കാൻ ശേഷിയുള്ളവരാണ് ഈ അന്യഗ്രഹ വാസികളെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. 17,000 പ്രകാശവർഷം അകലത്തിലാണ് ഇവയുടെ സാന്നിധ്യമെന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഇവരുമായുള്ള ബന്ധം അസാധ്യമാണെന്നും വിലയിരുത്തപ്പെടുന്നു. അമേരിക്കയിലെ അലാസ്കൻ തീരത്തെത്തിയ റഷ്യൻ യുദ്ധവിമാനങ്ങളെ തടഞ്ഞ് US യുദ്ധവിമാനങ്ങൾ. 4 റഷ്യൻ Tu-142 വിമാനങ്ങളാണ് അമേരിക്കൻ തീരത്തെത്തിയത്. യുഎസിന്റെ F-22 വിമാനങ്ങളെത്തി റഷ്യൻ വിമാനങ്ങളെ പിന്തിരിപ്പിക്കുകയായിരുന്നു. 8 മണിക്കൂറോളം പറന്ന ശേഷമാണ് റഷ്യൻ വിമാനങ്ങൾ മടങ്ങിയത്.
അയർലൻഡിൽ ഇന്ത്യൻ വംശജനായ പ്രധാനമന്ത്രി ലിയോ വരഡ്കർ സ്ഥാനമൊഴിഞ്ഞു. പുതിയ പ്രധാനമന്ത്രിയായി മിഖായൽ മാർട്ടിൻ സ്ഥാനമേറ്റു. ഉപപ്രധാനമന്ത്രിയായി ലിയോ വരഡ്കർ തുടരും. കൂട്ടുകക്ഷി ഭരണത്തിലെ ധാരണയുടെ പുറത്താണ് വരഡ്കർ സ്ഥാനമൊഴിഞ്ഞത്. ചരിത്രത്തിലാദ്യമായിട്ടാണ് അയർലൻഡിൽ കൂട്ടുകക്ഷി ഭരണം നടക്കുന്നത്. അമേരിക്കയിൽ വെടിവയ്പ്. വടക്കൻ കാലിഫോർണിയയിലുണ്ടായ വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. നഗരത്തിലെ വിതരണ കേന്ദ്രത്തിലേക്ക് ഓടിക്കയറിയ 31കാരനാണ് ജനങ്ങൾക്ക് നേരെ വെടിയുതിർത്തത്. പോലീസിന്റെ പ്രത്യാക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെടുകയായിരുന്നു. വാൾമാർട്ട് ഷോപ്പിലാണ് ആക്രമണം നടന്നത്. ഇവിടെ സാധനം വാങ്ങാനെത്തിയ ഒരാളും കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിലെ ഗിൽജിത് ബാൾട്ടിസ്ഥാനിൽ ഓഗസ്റ്റിൽ തെരഞ്ഞെടുപ്പ് നടത്തും. തെരഞ്ഞെടുപ്പ് നടത്താൻ പാക് പ്രസിഡന്റ് അനുമതി നൽകി. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ ഇടപെടാൻ സർക്കാരിന് സുപ്രീം കോടതി അനുമതി നൽകിയ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. നിലവിലുള്ള നിയമനിർമ്മാണ സഭയുടെ കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. ആഴ്സണൽ FA കപ്പിന്റെ സെമി ഫൈനലിൽ കടന്നു. ക്വാർട്ടറിൽ ഷെഫീൽഡ് യുണൈറ്റഡിനെ തോൽപ്പിച്ചാണ് ആഴ്സണലിന്റെ സെമി പ്രവേശനം. ഇഞ്ചുറി ടൈമിൽ ഗോളടിച്ച ഡാനി സെവിയോസാണ് ആഴ്സണലിന് വിജയമുറപ്പിച്ചത്. നിക്കോളാസ് പെപ്പയാണ് ആഴ്സണലിന്റെ ആദ്യ ഗോൾ നേടിയത്. തലയ്ക്ക് പരിക്കേറ്റ യുവതി ബോധം വീണ്ടെടുത്തപ്പോൾ സംസാരിക്കുന്നത് 4 വ്യത്യസ്ത ഭാഷകളിൽ. ഇംഗ്ലണ്ടിലാണ് വൈദ്യശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തിയ സംഭവം നടന്നത്. എസെക്സ് സ്വദേശിയായ എമിലി ഈഗൻ എന്ന യുവതിയാണ് അപകടശേഷം ബോധം വീണ്ടെടുത്തപ്പോൾ വ്യത്യസ്ത ഭാഷകളിൽ സംസാരിച്ചത്. തലച്ചോറിന് പരിക്കേറ്റ യുവതിക്ക് 2 മാസം സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ചികിത്സയിലൂടെ സംസാരശേഷി വീണ്ടെടുത്തപ്പോഴാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന സംഭവം നടന്നത്. ജാഗ്വാർ ലാൻഡ് റോവർ ഇലക്ട്രിക്കൽ വെർഷൻ ആഗോളതലത്തിൽ അവതരിപ്പിച്ചു. ജാഗ്വാർ 1 പേസ് എന്നാണ് പേര്. ഈ വർഷം തന്നെ ഇന്ത്യൻ വിപണിയിൽ വാഹനമെത്തും. എല്ലാ ആധുനിക സംവിധാനങ്ങളും ചേർത്താണ് ജാഗ്വാർ 1 പേസ് എത്തുന്നത്. മണിക്കൂറിൽ 200 കിലോമീറ്റർ ആയിരിക്കും വാഹനത്തിന്റെ പരമാവധി വേഗം. കോവിഡ് വ്യാപനത്തിൽ തളർന്ന ടൂറിസം മേഖലയെ തിരിച്ചുകൊണ്ടുവരാൻ പുതിയ ഓഫറുകളുമായി ഉസ്ബെക്കിസ്ഥാൻ സന്ദർശിക്കാൻ ലോകത്തെ ക്ഷണിക്കുകയാണ് ഉസ്ബെക് സർക്കാർ. ഉസ്ബെക്കിലെത്തുമ്പോൾ കോവിഡ് പിടിപെട്ടാൽ ₹1,00,000 നഷ്ടപരിഹാരവും സൗജന്യ ചികിത്സയുമാണ് ഉസ്ബെക് സർക്കാർ നൽകുന്നത്. ലോകത്തെ അപൂർവം സുരക്ഷിത രാജ്യങ്ങളിലൊന്നാണ് ഉസ്ബെക്കിസ്ഥാൻ. കൊറോണയെ ഭംഗിയായി ചെറുക്കാൻ കഴിഞ്ഞത് മാർക്കറ്റ് ചെയ്യാനാണ് അവരുടെ തീരുമാനം. ഇന്ത്യക്കാർക്ക് വിലക്കേർപ്പെടുത്തി പോൺ താരവും കാർ റേസിംഗ് ചാമ്പ്യനുമായ റെനെ ഗ്രേസി. കോപ്പിറൈറ്റ് ലംഘിച്ച് തന്റെ ചിത്രങ്ങൾ ഇന്ത്യക്കാർ മോഷ്ടിക്കുന്നുവെന്നാണ് റെനയുടെ പരാതി. റെനെ പോൺ മേഖലയിൽ എത്തിയതറിഞ്ഞ് നിരവധി ഇന്ത്യക്കാർ ഇവരുടെ ഹോട്ട് ചിത്രങ്ങൾ സെർച്ച് ചെയ്യുകയും ഫോട്ടോകൾ കോപ്പിറൈറ്റ് ലംഘിച്ച് ഡൗൺലോഡ് ചെയ്തുവെന്നുമാണ് റെനെ പരാതി നൽകിയിരിക്കുന്നത്. അത്യാഡംബര വസതി സ്വന്തമാക്കി ലോകപ്രശസ്ത അമേരിക്കൻ ഗായിക സെലീന ഗോമസ്. സെലിബ്രിറ്റികളുടെ ഇഷ്ടവാസസ്ഥലമായ കലാബസിലാണ് സെലീന ആഡംബര വസതി സ്വന്തമാക്കിയത്. കിം കർദാഷിയാൻ അടക്കമുള്ള സൂപ്പർ താരങ്ങളാണ് സെലീനയുടെ അയൽവാസികൾ. ടിക്ടോക്കിന് കനത്ത വെല്ലുവിളിയുമായി ഗൂഗിളിന്റെ പുതിയ ആപ്പ് എത്തുന്നു. ജൂലൈയിൽ പുറത്തിറങ്ങും എന്ന് കരുതപ്പെടുന്ന ആപ്പിന്റെ പേര് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 10 മുതൽ 20 വരെ സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യാവുന്ന ആപ്പാണ് ഗൂഗിൾ അണിയറയിൽ ഒരുക്കുന്നത്. യൂട്യൂബ് ഷോർട്സ് എന്നാകും ആപ്പിന്റെ പേരെന്നാണ് ചില സൂചനകൾ പറയുന്നത്. അമേരിക്കയിൽ തരംഗമായി പ്രസിഡന്റ് ട്രംപിന്റെ ദേശീയ ഉപദേഷ്ടാവായിരുന്ന ജോൺ ബോൾട്ടൺ എഴുതിയ ദ റൂം വെയർ ഇറ്റ് ഹാപ്പൻഡ് എന്ന പുസ്തകം. ട്രംപിനെതിരെ വ്യാപക വിമർശനം ഉന്നയിക്കുന്ന പുസ്തകം പുറത്തിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ ചൂടപ്പം പോലെയാണ് വിറ്റുപോകുന്നത്. പുസ്തകം പുറത്തിറക്കാതിരിക്കാൻ ട്രംപ് ഭരണകൂടം വ്യാപകമായി ശ്രമിച്ചെങ്കിലും നടന്നിരുന്നില്ല. ട്രംപിന് വിവരമില്ലെന്ന് പച്ചയ്ക്ക് പറയുകയാണ് തന്റെ പുസ്തകത്തിലൂടെ ബോൾട്ടൺ. കോവിഡ് ബാധിച്ച് 10 കളിക്കാരെ ഒഴിവാക്കി പാകിസ്ഥാൻ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു. ബാബർ അസമിന്റെ നേതൃത്വത്തിലാണ് 18 അംഗ പാക് ടീം ഇംഗ്ലണ്ടിലേക്ക് വിമാനം കയറിയത്.
3 വീതം ടെസ്റ്റുകളുടെയും T20യുടെയും പരമ്പരയ്ക്കായാണ് പാകിസ്ഥാൻ ഇംഗ്ലണ്ടിലെത്തുന്നത്. ഓഗസ്റ്റിലാണ് പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുക. 2 ആഴ്ച ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷമായിരിക്കും ടീം പരിശീലനത്തിന് ഇറങ്ങുക. അമേരിക്കയിൽ കൊറോണ വ്യാപനം ഇപ്പോഴുള്ളതിന്റെ 10 ഇരട്ടിയാകുമെന്ന് മുന്നറിയിപ്പ്. അമേരിക്കൻ സെന്റർ ഫോർ ഡിസീസ് പ്രിവെൻഷൻ കൗൺസിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മുന്നറിയിപ്പ് വന്നതോടെ തുറക്കൽ നടപടികളിൽ നിന്ന് ചില സ്റ്റേറ്റുകൾ പിന്മാറുകയാണ്. ലിബിയയിൽ കുഴിബോംബ് സ്ഫോടനങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഐക്യരാഷ്ട്രസഭയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ 100-ലധികം ആളുകൾ കുഴിബോംബ് സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ. പ്രവാസി സർവ്വ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.